ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ചില നേരത്ത് വിനീതേട്ടൻ ഓർഡർ ചെയ്യുന്ന ഫുഡും ഞാൻ ഓർഡർ ചെയ്യുന്ന ഫുഡും വേറെ വേറെ ആണെങ്കിൽ വിനീതേട്ടൻ മാറി ഇരുന്നേ കഴിക്കുള്ളൂ. ഞാൻ കയ്യിലൊന്നും ഓർത്തിട്ടെ. അപ്പം അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പോയ സമയത്താണ് വിനീതേട്ടനോട് ഞാൻ ചോദിക്കുന്നത്, വിനീതേട്ടൻ്റെ സിനിമ അല്ലാതെ വേറെ സിനിമകൾ എന്തെങ്കിലും കമ്പോസ് ചെയ്യാൻ അവസരം ഉണ്ടെങ്കിൽ ഒന്നെന്നും ഓർക്കണം. ഫസ്റ്റൊക്കെ മഞ്ച് സ്റ്റാർ സിംഗറിന് വേണ്ടിയിട്ടൊക്കെ തീം കമ്പോസ് ചെയ്ത ദിവസങ്ങളുണ്ട്. അത് റിജക്റ്റായി. മഞ്ചേ സ്റ്റാർ സിംഗർ, മഞ്ചേ സ്റ്റാർ സിംഗർ, അങ്ങനത്തെ ഒരു സാധനം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ അന്ന് ട്യൂൺ ചെയ്തത്. ഹൃദയം സിനിമേൻ്റെ CD എനിക്ക് സാറിന് നേരിട്ട് കൊടുക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി ദുബായിൽ വെച്ച്. അപ്പോൾ സാർ അന്ന് കണ്ടപ്പോൾ പറഞ്ഞു, ഇഷാന്റെ മ്യൂസിക് ആൾക്കാരെല്ലാവരും സംസാരിക്കുന്നുണ്ട്, കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞു. എന്നിട്ട് ബാക്ക് സ്റ്റേജിൽ സാറ് പറഞ്ഞു, ഹൈനാനയ്ക്ക് ഇപ്പോൾ എത്ര അവാർഡ് ഇഷാന് കിട്ടിയിരുന്നു. അപ്പം ഇത്രയൊക്കെ കമ്പോസ് ചെയ്യുമ്പോൾ നമ്മൾ പല ഹോട്ടലിൽ പോകണം, പല കാരവാനിൽ കമ്പോസ് ചെയ്യണം, പല ഓഫീസ് റൂമുകളിലായിരിക്കും ഇരുന്ന് കമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഐ എം യൂസ് ടു ദാറ്റ് പ്രാക്ടീസ്. അവർ ഓക്കെ ഇഷാം എന്ന വേറൊരു ഓപ്ഷൻ ചിലപ്പോൾ അവർ പോകും. സോ ഐ ഡോണ്ട് വാണ്ട് ടു ലൂസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. ഫേവറേറ്റ് ഇൻസ്ട്രുമെന്റ് ഫേവറേറ്റ് പിയാനോ. ഇതാണ് നമ്മുടെ ആയുധം. അതെ. അപ്പൊ എനിക്ക് വിനീതേട്ടനോട് എത്ര പറഞ്ഞാലും തീരാത്ത കടപ്പാടാണ്. ഹലോ ആൻഡ് വെൽക്കം ടു കൗമുദി. അപ്പോൾ ഇന്ന് നമ്മുടെ ഗസ്റ്റിന് അധികം ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഹിഷാം അബ്ദുൽ വഹാബ്. വെൽക്കം. ഹായ്, താങ്ക് യു. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിത് ഇവിടെ സ്റ്റുഡിയോയിലൊക്കെ വന്ന് ഡയറക്റ്റ് എടുക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. കേട്ടോ, സ്റ്റുഡിയോ ഒക്കെ കാണാൻ പറ്റി. എനിക്കും സന്തോഷം. നിങ്ങൾ ഇവിടെ വന്ന് ഇന്റർവ്യൂ ചെയ്യാൻ സമ്മതിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ മൈൻഡിലോട്ട് പെട്ടെന്ന് പോയത് ഈ ഇക്കാടെ ഹോട്ട് വീൽ കളക്ഷൻസും ടോയ് കളക്ഷൻസും ഒക്കെയാ. സിംഗറായിട്ട് മാത്രമേ നമുക്ക് അറിയുള്ളൂ, അല്ലെങ്കിൽ ഒരു കമ്പോസറായിട്ട് മ്യൂസിക് റിലേറ്റഡ് ആയിട്ട് മാത്രമേ അറിയുള്ളൂ. അപ്പം ഇങ്ങനത്തെ കുറെ ക്രേസസും ഉണ്ടല്ലേ? അതെ, ഉണ്ട്. അത് എനിക്ക് ഐശ്വര്യ ഈ ടോയ്സ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ അങ്ങനെ കണക്റ്റഡ് ആയ രണ്ടാൾക്കും ഇഷ്ടമാണ്. അതെ. അപ്പം ഹോട്ട് വീൽസ്, അതുപോലെ ഇപ്പൊ ഈ മാർവൽ അങ്ങനെയുള്ള കോമിക് ക്യാരക്ടേഴ്സ് ഇഷ്ടമാണ്. GI ജോസ് ഇഷ്ടമാണ്. ഗെയിംസ് അങ്ങനെ പൊതുവെ കളിക്കുന്ന ഒരാളാണ്. അതെ, ഗെയിമറും കൂടെയാണ്. അതെ അതെ അതെ. രണ്ടാളും ഗെയിംസ് കളിക്കോ? ഇല്ല, ഞാൻ അപ്പൊ പൊതുവേ ഹസ്ബൻഡ് കുറെ ടൈം ഗെയിംസ് ഒക്കെ കളിക്കുന്ന സമയത്ത് യൂഷ്വലി എല്ലായിടത്തും പരാതിയാണ്, എപ്പോഴും ഗെയിംസ് ആണ്. പക്ഷെ ഇവിടെ പ്ലേ സ്റ്റേഷൻ വാങ്ങുന്ന സമയത്ത് തന്നെ ഐഷു പറഞ്ഞായിരുന്നു, ഞാൻ ഒരു കാര്യത്തിലേ ഞാൻ വാങ്ങിച്ചു തരുള്ളൂ, വർക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യണം, അല്ലാതെ ഞാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ജോയിസ്റ്റിക്ക് നീ തന്നെ കയ്യിൽ വെച്ചോ, കളിക്കുന്ന സമയത്ത് നീ തന്നാ മതിയെന്ന്. അങ്ങനെ ആ ഒരു നിയമത്തിലാണ് ഞാൻ പ്ലേ സ്റ്റേഷൻ വാങ്ങിച്ചത്. അതേപോലെ നമ്മളിവിടെ നോക്കുമ്പോൾ ഹോട്ട് വീൽസ് മാത്രമല്ല, മറ്റേ സ്ലൈഡിങ്ങിന്റെ കുഞ്ഞു കുട്ടികൾ കളിക്കുന്ന ടോയ്സ് വരെ ഉണ്ട്. അത് ഈ ഇടയ്ക്ക് ചില നേരത്ത് ഡയറക്ടേഴ്സ് ആയിട്ട് നമ്മളിങ്ങനെ ഈ ക്രിയേറ്റീവ് ബ്ലോക്ക് ഒക്കെ വരുവേ, നമുക്ക് എന്ത് ചെയ്യണം എന്നൊരു എത്തുംപിടിയും കിട്ടിയില്ല. അപ്പൊ നമ്മളെല്ലാവരും ആ ടേബിളിൽ പോയി അത് ഓണാക്കും, കുറെ പേര് അത് നോക്കിയിരിക്കും. അപ്പോൾ ഹിഷാമിക്ക ഇപ്പൊ നമ്മളിപ്പോ സംസാരിച്ചപ്പോഴും നേരത്തെ സംസാരിച്ചപ്പോഴും ശ്രദ്ധിച്ചതാ, ഒരു ഡയലോഗ് പറയുമ്പോൾ 2 തവണ അല്ലെങ്കിൽ 3 തവണയെങ്കിലും ഐഷു എന്ന് വരുന്നുണ്ട്. അപ്പൊ ഐഷു ആണല്ലേ ഒരു ബാക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും അവന്റെ സപ്പോർട്ട് ഭയങ്കര എവിഡന്റ് ആണ്. എസ്പെഷ്യലി ഇപ്പൊ ഈ കേരള ക്രൈം ഫയൽസ് ഭയങ്കര ഹിറ്റ് ആയപ്പം ഒരു കണ്ടിന്യൂസ്ലി ഫോൺ കോൾസ് ആണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇന്റർവ്യൂസ് ആണെങ്കിലും ഫീഡ്ബാക്ക് പറയാനാണെങ്കിലും മറ്റ് പ്രോജക്ട്സ് എൻക്വയറി വരുന്ന സമയത്തും ഒക്കെ മുഴുനീളം ഞാനിപ്പോൾ അവളെയും എന്താ പറയുക, അതൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യാനും മാനേജ് ചെയ്യാനും അതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുത്തു. അപ്പം സാധാരണ ഞാൻ അവളെ ഫ്രീ ആക്കി വിടാറുണ്ട്. ഞാൻ ഇങ്ങനെയുള്ള സ്ട്രെസ്സിലോട്ടൊന്നും ഞാൻ ആളെ ഇൻവൈറ്റ് ചെയ്യാറില്ല. എന്തിനാ വെറുതെ അവളെയും നമ്മൾ കൊണ്ടിരുത്തണ്ടല്ലോ ആ ടെൻഷനിലേക്ക്. പക്ഷെ ഐഷു ഇപ്പം മനസ്സിലാക്കി തുടങ്ങി നമ്മുടെ ഒരു പ്രോസസ്സും നമ്മുടെ ഒരു ജേണിയൊക്കെ. അപ്പം ഡെഫിനറ്റ്ലി ഷീ ഈസ് ഓൾസോ ഇൻട്രസ്റ്റഡ്. അപ്പൊ അങ്ങനെയാണ് പുള്ളിക്കാരി തന്നെ എല്ലാം ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പൊ ഹിഷാമിക്കയുടെ കരിയർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സിംഗറായിട്ട് വന്നു, സിംഗറിൽ നിന്ന് പിന്നെ ഒരു മ്യൂസിക് കമ്പോസർ, ആ രീതിയിലോട്ട് പോയി. അപ്പോൾ ആദ്യം തന്നെ ഹിഷാമിക്കയുടെ മൈൻഡിൽ ഈ ഒരു പാത്ത് ക്ലിയർ ആയിരുന്നു, ഇങ്ങനെ തന്നെ ആയിരിക്കും എൻ്റെ കരിയർ എന്നുള്ളൊരു പാത്ത്? ഏറെക്കുറെ. കാരണം സിംഗറായിട്ട് വന്നെങ്കിൽ എനിക്ക് മ്യൂസിക് കമ്പോസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ചെറുപ്പം തൊട്ടേ തന്നെ മ്യൂസിക് ഇങ്ങനെ, ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റൊക്കെ മഞ്ച് സ്റ്റാർ സിംഗറിന് വേണ്ടിയിട്ടൊക്കെ തീം കമ്പോസ് ചെയ്ത ദിവസങ്ങളുണ്ട്. അത് റിജക്റ്റായി. അതൊക്കെ ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ്. അതിനുശേഷം കുറച്ച് ആഡ്സ്, ഷോർട്ട് ഫിലിംസ് അങ്ങനെയൊക്കെ ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് കമ്പോസിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ പാടുന്ന പാട്ട് ഞാൻ കമ്പോസ് ചെയ്യുന്നതിലൂടെ സിംഗർ എന്ന രീതിയും പതുക്കെ എലിവേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയി. അങ്ങനെയാണ് ഇപ്പം എത്തി നോക്കുകയാണെങ്കിലും, ദർശനാണെങ്കിലും അല്ലെങ്കിൽ കുഷിയിലെ നാറോജ ആണെങ്കിലും എല്ലാ സോങ്സും ചിലതൊക്കെ ഞാൻ കമ്പോസ് ചെയ്യുന്നത് തന്നെയാണ്.
അപ്പം അതില് എന്തെങ്കിലും ഒരു യുണീക്ക് ഫാക്ടർ ഉണ്ടാവും. അപ്പൊ നേരത്തെ പറഞ്ഞില്ലേ +2 പഠിക്കുമ്പോഴാണ് അത് ട്രൈ ചെയ്തത് മൻസ്റ്റാർ സിംഗറിന് വേണ്ടി. അപ്പോൾ ഈ +2 പഠിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് അന്ന് മേ ബി ഇക്ക +2 പഠിക്കുന്ന ടൈമിൽ ഇപ്പം വെരി റീസെന്റ് ആയിട്ടുള്ള ടെക്നോളജിയുടെ അത്രയും മേ ബി അപ്പൊ കാണൂല മൻസ്റ്റാർ സിംഗറിന്റെ ടൈമിലൊക്കെ. അപ്പൊ ആ ഒരു ടൈമില് എങ്ങനെയാ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നത്? അതെല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. അന്നൊന്നും എനിക്കിത് ആക്ച്വലി അറിയില്ല. എനിക്ക് സോഫ്റ്റ്വെയർ എങ്ങനെയാണ്, എങ്ങനെ റെക്കോർഡ് ചെയ്യുക, എന്താണ് പ്രോഗ്രാമിങ്, ഈ ടോൺസ് എന്താ യൂസ് ചെയ്യുക, ഒരു ഐഡിയ ഇല്ല. പക്ഷെ എന്റെ ഉള്ളിൽ എനിക്ക് സംഭവം അറിയാം, എന്താണ് വരേണ്ടതെന്ന് അറിയാം. അതെ, ഒരു എന്താണ് വരേണ്ടതെന്ന് അറിയാം. ഇപ്പൊ തന്നെ എനിക്ക് ആ ട്യൂൺ ഞാൻ അന്ന് കമ്പോസ് ചെയ്ത ഒരു മഞ്ജേ സ്റ്റാർ സിംഗർ അങ്ങനത്തെ ഒരു സാധനം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്, ഞാൻ അന്ന് ട്യൂൺ ചെയ്തത്. അപ്പോൾ ആ സാധനം ഉള്ളിലുണ്ട്. പിന്നെ അത് എങ്ങനെയാണ് അലങ്കാരപ്പെടുത്തുന്നത് പിന്നീടാണ് സൗണ്ട് എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കാൻ. അതെങ്ങനെ പ്രാക്ടിക്കൽ ആക്കും എന്നുള്ളത് അറിയില്ലായിരുന്നു. അന്ന് ആ സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ ആൾക്കാരെ. പക്ഷെ പിന്നീട് അങ്ങോട്ട് ആധികാരികമായി പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഓക്കെ ഇങ്ങനെയൊക്കെ സീരിയസ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട് എന്നുള്ള കാര്യം. അപ്പൊ ഇക്കനെ ഒരു സിംഗർ എന്ന് വിശേഷിപ്പിക്കുന്നതാണോ കമ്പോസർ എന്ന് വിശേഷിപ്പിക്കുന്നതാണോ ഇക്കയ്ക്ക് കൂടുതൽ കേൾക്കാൻ ഇഷ്ടം? എനിക്ക് തോന്നുന്നു മ്യൂസീഷ്യൻ ആയിട്ട് നമ്മളെ കാണുമല്ലോ. അപ്പം ഒത്തിരി പേര് ശ്യാം അബ്ദുള്ള ഒരു മ്യൂസീഷ്യൻ ആണെന്ന് പറയുമ്പോൾ കേൾക്കുന്ന അതാണ് എനിക്ക് ഏറ്റവും സംതൃപ്തി തരുന്നത്. കാരണം മ്യൂസീഷ്യന്റെ ഉള്ളിൽ അടങ്ങുന്നതാണ് കമ്പോസർ ആണെങ്കിലും സിംഗർ ആണെങ്കിലും എല്ലാം. അപ്പം അത് കോ എക്സിസ്റ്റിംഗ് ആണ് ഫോർ മീ. സിംഗിങ്ങും കമ്പോസിങ്ങും കോ എക്സിസ്റ്റിംഗ് ആണ്. മ്യൂസീഷ്യൻ എന്ന രീതി അറിയപ്പെടാനാണ് ഇഷ്ടം, കൂടുതൽ ഇഷ്ടം. നമ്മൾ ഇക്കയുടെ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ മേരി ദുവ ഇക്ക ചെയ്തു. അപ്പോൾ ഒരു മലയാളി ആയിട്ടുള്ള ഒരാളെന്ന നിലയിൽ നമ്മളിപ്പം ഫസ്റ്റ് മിക്കവരും ചെയ്യുന്നത് മലയാളം ആയിരിക്കും. എന്തുകൊണ്ടായിരിക്കും ഹിന്ദി ചൂസ് ചെയ്തത്? ഒരു പക്ഷേ എൻ്റെ ഇൻഫ്ലുവൻസസ് ആയിരിക്കും. ഇപ്പം ഞാൻ ദുബായിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ അജ്മൽ സോബി എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ അജ്മലിൻ്റെ ഒരു ഷോർട്ട് ഫിലിം കണ്ട് അങ്ങനെ അജ്മലിനോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അജ്മൽ സോബിയാണ് മേരി ദുവ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള. അപ്പം അന്ന് മേരി ദുവയിൽ അജ്മലിനെ അസിസ്റ്റ് ചെയ്ത ആളാണ് താമറാണ് ഇന്ന് സർക്കിട്ട് എന്ന് പറയുന്ന സിനിമ ഡയറക്റ്റ് ചെയ്തത്. അപ്പം അന്ന് തൊട്ടേ ഉള്ള നമ്മളെ സുഹൃത്തുക്കളാണ് നമ്മളെല്ലാവരും. അപ്പം ഈ മേരി ദുവ മ്യൂസിക് വീഡിയോ എനിക്ക് എന്തുകൊണ്ടാണ് ഹിന്ദി ചെയ്യണം എന്നുള്ള ആഗ്രഹം എന്ന് വെച്ചാൽ അന്ന് ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന റഹ്മാൻ സാറിന്റെ മ്യൂസിക് ഒക്കെയാണ്. അപ്പം എനിക്ക് ഹിന്ദി ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് ആണ്. അതുകൊണ്ടാവാം ഒരു പക്ഷെ ഞാൻ ഹിന്ദിയിൽ അത് കമ്പോസ് ചെയ്തതും അത് ആ മ്യൂസിക് വീഡിയോ ചെയ്തതും. ഒരു ട്രൂ AR റഹ്മാൻ ഫാൻ ബോയ് ആയിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് ആ ഒരു AR റഹ്മാനോടുള്ള അത്രയും ഒരു ഫാൻഡം കൂടെ ആയിരിക്കുമോ ആ ഒരു ഹിന്ദി സോങ്ങും ആ ഒരു ടച്ചും കൊടുത്തത്? എനിക്ക് തോന്നുന്നു ഇൻബിൽട്ട് ആണ്. ഇപ്പം ഞാൻ ചെറുപ്പം തൊട്ടേ ഞാൻ വളർന്നത് ഞാൻ സൗദിയിലാണ്, ജനിച്ചത് ചേർത്തലയിലും. അപ്പം സൗദിയിൽ വളരുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഓഡിയോ കാസറ്റ്സ് ആണ്, കൂടുതലും ഈ ഇറങ്ങുന്ന മലയാളം, ഹിന്ദി, തമിഴ് ഓഡിയോ കാസറ്റ്സ് ആണ് നമ്മുടെ മ്യൂസിക്കിലേക്കുള്ള ലോകം. അപ്പം അന്ന് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ദിൽസേ, സ്വദേശ്, ജോധ അക്ബർ, ഈ ഓഡിയോ കാസറ്റ്സ് ഒക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും നമുക്ക് ആഗ്രഹമുണ്ട് ഇതുപോലെ പാട്ട് ചെയ്യണം. അപ്പം അങ്ങനെയല്ലേ ഇപ്പം സിനിമ, ഒരു ഫിലിം മേക്കർ എന്ന് പറയുന്നത് പുള്ളി കണ്ടിഷ്ടപ്പെടുന്ന സിനിമകൾ പോലെ ഒരു സിനിമ ചെയ്യണം എന്നായിരിക്കുമല്ലോ അവർ ആഗ്രഹിക്കുക. അതുപോലെ തന്നെയാണ് എനിക്കും ആസ് എ മ്യൂസീഷ്യൻ. ഇന്ന പോലത്തെ ഒരു ആൽബം, അല്ലെങ്കിൽ ബോയ്സ് പോലെ ഒരു ആൽബം, ദിൽസേ പോലുള്ള ഒരു ആൽബം നമുക്ക് കമ്പോസ് ചെയ്യണം, ഇത്ര ആൾക്കാരിലേക്ക് അത് എത്തണം എന്നുള്ള ആഗ്രഹത്തിലായിരിക്കും ഒരു പക്ഷെ അതൊക്കെ നമ്മുടെ മ്യൂസിക്കിൽ അതിൻ്റെ ന്യൂവാൻസസ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഐഡിയ സ്റ്റാർ സിംഗർ 2007 അത് ഇക്കയുടെ ലൈഫിൽ സത്യം പറഞ്ഞ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അതുപോലെ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആണ് നമ്മുടെ ഹൃദയവും. രണ്ടും രണ്ട് തരത്തിലുള്ള ടേണിംഗ് പോയിന്റ് ആണ്. അപ്പോൾ ഇതിന് ബിറ്റ്വീൻ ആയിട്ടുള്ള ഇക്കയുടെ ലൈഫ് എങ്ങനെയായിരുന്നു? എനിക്ക് തോന്നുന്നു ഹൃദയത്തിന് മുമ്പ് ഒരു പക്ഷേ ഹൃദയം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യുന്നതിൻ്റെ ഒരു പ്രിപ്പറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഫസ്റ്റ് 2015 സോൾട്ട് മാംഗോ ട്രീ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോൾട്ട് മാംഗോ ട്രീ ചെയ്ത് ഏകദേശം ഒരു 8-9 പടം ഞാൻ ചെയ്തിട്ടുണ്ട് ഹൃദയത്തിന് മുന്നിൽ. കുറച്ച് സിനിമകളൊക്കെ അറിയപ്പെടാതെ പോയ സിനിമകളുണ്ട്, തിയേറ്ററിലൊക്കെ കുറച്ച് ദിവസം ഓടിയ, കുറച്ച് ദിവസങ്ങൾ ഓടിയ സിനിമകൾ മാത്രമാണ്. പക്ഷെ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനതൊക്കെ എൻജോയ് ചെയ്ത വർക്കുകളാണ്. അതിൻ്റെ ഡയറക്ടറിൻ്റെ കൂടെ ആണെങ്കിലും ആ ജേണി ഒന്നും എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പം ഓളക്കണ്ടുനാൾ എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ മ്യൂസിക് ചെയ്യുകയും മുസ്തഫയാണ് ഡയറക്റ്റ് ചെയ്തത്. അതിൽ ജ്യോതിഷ് എന്ന് പറഞ്ഞ നടനാണ് അഭിനയിച്ചത്. അതിലൊരു 2 പാട്ട് പാടിപ്പിക്കാനായി ഞങ്ങൾ ചെന്നൈയിൽ പോയി വിനീതേട്ടൻ്റെ വോയിസ് എടുക്കാൻ. അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പോയ സമയത്താണ് വിനീതേട്ടനോട് ഞാൻ ചോദിക്കുന്നത്, വിനീതേട്ടൻ്റെ സിനിമ അല്ലാതെ വേറെ സിനിമകൾ എന്തെങ്കിലും കമ്പോസ് ചെയ്യാൻ അവസരം ഉണ്ടെങ്കിൽ
ഒന്ന് എന്നെ ഓർക്കണം എന്ന് പറഞ്ഞു. കാരണം വിനീതേട്ടനെ ആകുമ്പോൾ വിനീതേട്ടൻ ചെയ്യും. അതെ, ഷാനിക്ക അവര് ഓൾറെഡി ഒരു കോമ്പിനേഷൻ ക്രൂ ആണല്ലോ. ഉണ്ടല്ലോ. അപ്പം പക്ഷെ വിനീതേട്ടന്റെ സിനിമ തന്നെ മ്യൂസിക് ചെയ്യാൻ എന്നെ ക്ഷണിക്കും എന്നുള്ളത് ഒരിക്കലും വിചാരിച്ചില്ല. അപ്പൊ വിനീതേട്ടൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഈ കാണുന്ന പോലെ ഷാനിക്കയും അവരുടെ ഒരു കംഫർട്ട് ആയിട്ടുള്ള അവരുടെ ഒരു ക്രൂ ഉണ്ട്. അപ്പൊ വിനീതേട്ടൻ ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് ഒരാളെ പുതിയതായിട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതായത് ഇപ്പം അടുത്ത വിനീതേട്ടന്റെ അടുത്ത സിനിമയിൽ പോലും ഷാനിക്കയാണ് മ്യൂസിക്. അതിൽ ഞാൻ പാടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അവരാ ആ ഒരു ടീം, അവർക്ക് ഇഷ്ടമുള്ള ആ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ടീമിനെ എപ്പോഴും അവർ ആ ടീമിനെ എന്താ പറയാ, അവരെല്ലാരെയും അവർ ഓർക്കും. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പം വർഷങ്ങൾക്ക് ശേഷത്തിൽ ഞാൻ പാടി. അപ്പൊ എനിക്ക് വിനീതേട്ടനോട് എത്ര പറഞ്ഞാലും തീരാത്ത കടപ്പാടുണ്ട്. അതെ, നമ്മളിപ്പോ ഒരുപാട് നല്ലത് ചെയ്തിട്ടില്ലെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടതിൽ ഒരു മെയിൻ സംഭവമാണല്ലോ ഹൃദയം. അപ്പൊ ഇക്ക ഒരുപാട് നല്ല മ്യൂസിക് ഈ പറയുന്ന സോൾട്ട് മാംഗോ ട്രീക്കും ഹൃദയത്തിനും ഇടയ്ക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇക്ക പറഞ്ഞു ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന്. ബട്ട് നല്ല പാട്ടുകളാണെങ്കിൽ പോലും സ്റ്റിൽ ആ സിനിമകൾ ശ്രദ്ധിക്കപ്പെടാതെ പോയപ്പോ വിഷമം തോന്നിയിട്ടുണ്ടോ? നമുക്ക് വിഷമം എപ്പോഴും ഉണ്ടാവും. ഇപ്പം ഹൃദയത്തിന് ശേഷം ഇപ്പം മധുര മനോഹര മോഹം ചെയ്തിട്ടുണ്ട്, ശേഷം മൈക്കൽ ഫാത്തിമ, ഇനി ഉത്തരം, സംശയം സിനിമയെ കുറിച്ചൊക്കെ എടുത്തു പറയണം. അതിപ്പം ഒരു 3 ആഴ്ചക്ക് മുമ്പാണ് ആ സിനിമ റിലീസ് ചെയ്തത്. പക്ഷെ അത് ഒരുപാട് ആൾക്കാരിലേക്ക് അത് എത്തിയില്ല, അൺഫോർച്ചുനേറ്റ്ലി. അതിൽ നല്ല കഥയാണ്. വിനയ് ഫോർട്ടും ഷറഫുദ്ദീനും അഭിനയിച്ച, ലിജോ മോള് പ്രിയംവദയൊക്കെ അഭിനയിച്ച നല്ല സിനിമയാണ്. ഡയറക്റ്റ് ചെയ്ത രാജേഷ് രവി എന്ന് പറഞ്ഞ സംവിധായകനാണ്. ഗംഭീര ഫിലിമാണ്. ആക്ച്വലി ആ സിനിമ എന്നെ കാണിച്ചതിന് ശേഷമാണ് ഞാൻ അത് സ്കോർ ചെയ്തത്. അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻജോയ് ചെയ്താൽ വർക്ക് ചെയ്യുക. നമ്മൾ ഈ സിനിമയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന രീതിക്കായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുക. പിന്നെ തിയേറ്ററിൽ വന്നതിന് ശേഷം അത് പിന്നെ ഓഡിയൻസിൻ്റെ കയ്യിലാണ്. ചെറിയ വിഷമം ഉണ്ടാവും. ഇപ്പം ആ സിനിമ ശ്രദ്ധിക്കാതെ പോയല്ലോ, ഓഡിയൻസിലേക്ക് എത്താതെ പോയല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ വിഷമിക്കുന്നതിനെക്കാട്ടിയും ആ സിനിമേൻ്റെ സംവിധായകനും പ്രൊഡ്യൂസറും അവർക്കുണ്ടാകുന്ന വിഷമത്തിൻ്റെ അടുത്തൊന്നും നമ്മുടെ വിഷമം എത്തില്ല. അവർക്ക് അതിലേറെ വിഷമമായിരിക്കും ആ സിനിമ എത്തിയില്ല എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് പാർട്ട് ഓഫ് പ്രോസസ്. അത് ചില സിനിമകളൊക്കെ വർഷങ്ങൾക്ക് ശേഷമോ മാസങ്ങൾക്ക് ശേഷമായിരിക്കും ആൾക്കാരത് ഏറ്റെടുക്കുക. ഇപ്പൊ കൽബ് പോലുള്ള സിനിമയൊക്കെ റിലീസായി ഞാൻ അതിൽ പാടിയിട്ടുള്ള ആളാണ്. പാടിയ സമയത്ത് ഞാൻ അതിന്റെ കമ്പോസർ പ്രകാശ് അലക്സിനോട് ഞാൻ പറഞ്ഞത്, ഈ സോങ് നല്ല സോങ് ആണ് പ്രകാശ്, ഇത് എപ്പോഴെങ്കിലും ഇത് ആൾക്കാർ ഏറ്റെടുക്കും എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ റിലീസായ സമയത്ത് ഒരനക്കം ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് OTT വന്നതിന് ശേഷം പിന്നെ എല്ലാവരും റീൽസ് ഇടാൻ തുടങ്ങി, നിന്നെ കണ്ടെന്ന് എല്ലാവരും അത് ഷെയർ ചെയ്യാൻ തുടങ്ങി. അപ്പം അതാണ്, അതിനൊക്കെ ആർട്ട് ഫോംസിന് എപ്പോഴും ഒരു ലൈഫ് ഉണ്ടാവും. അത് ചിലപ്പോൾ ഇമ്മീഡിയറ്റ്ലി ചിലപ്പോൾ അപ്രീസിയേഷനും റെക്കഗ്നിഷനും വരില്ല. ബട്ട് ഓവർ ദ ടൈം ഇറ്റ് വിൽ കം. ഇപ്പോ ഹൃദയം സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ജാന മേരി ജാന എന്ന് പറഞ്ഞ പാട്ട് വീണ്ടും ആൾക്കാർ ഷെയർ ചെയ്യാൻ തുടങ്ങി, ക്യാപ്പുച്ചിനോല. അപ്പൊ അന്ന് വിനീതേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇഷാമിനി നോക്കിക്കോ, ഭയങ്കര ട്രെൻഡിങ് ആയല്ലോ. അപ്പൊ എല്ലാം അതിന്റെ ഒരു സമയമുണ്ട്. നമ്മൾ വർക്ക് ചെയ്യുമ്പം ഞാൻ എപ്പോഴും എൻ്റെ ടീമിനോട് ഞാൻ പറയാറുള്ളതാ, എന്ത് തരത്തിലുള്ള നമ്മൾ ഏറ്റെടുത്താൽ പിന്നെ ആ സിനിമയിൽ നമ്മൾ പൂർണ്ണമായിട്ടും കമ്മിറ്റഡ് ആയി വർക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ അത് ഏറ്റെടുക്കാൻ നിൽക്കരുത്. എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ ചെയ്ത വർക്കിന് അതന്ന് എന്നും നിൽക്കും. നമ്മൾ മുന്നോട്ട് പോവാന്നുള്ളതാണ് അതിന്റെ ഒരു പാർട്ട്. നമ്മൾ അതിൽ സ്റ്റക്കായി നിൽക്കാണ്ട് മുന്നോട്ട് പോകാന്നുള്ളത്. അതെ. അപ്പൊ നമ്മൾ ഒരു സംഭവത്തിന് അപ്പൊ അപ്രിസിയേഷൻ കിട്ടിയില്ലെങ്കിൽ പോലും വിഷമിക്കരുത് അല്ലേ? അതെ. വിഷമം അത് ഒരു പാർട്ട് ഓഫ് ലൈഫ് അല്ലേ. നമുക്ക് വിഷമം ഉണ്ടാകുമ്പോഴാണ് പിന്നെ നെക്സ്റ്റ് ഒരു ഇപ്പം കേരള ക്രൈം ഫയൽസ് സീസൺ 2 അത് എന്തുകൊണ്ടാണ് അതിലെ എല്ലാ ടെക്നീഷ്യൻസും വളരെ ഹൃദയപൂർവ്വം ഓടി നടന്ന് നമ്മളെല്ലാവരും ആ റിസപ്ഷനെ ഏറ്റുവാങ്ങാം. ഞാനൊക്കെ ഒരു കഴിഞ്ഞ 3-4 ദിവസമായിട്ട് കണ്ടിന്യൂസ് എല്ലാവർക്കും ഇന്റർവ്യൂ കൊടുക്കുന്നു, അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. നമുക്ക് എന്തുകൊണ്ടാണ് അത്രയും സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷം 12 മാസത്തോളം ഇപ്പം ഞാൻ അത്രയും വർക്ക് ചെയ്തിട്ടുണ്ട്. അഹമ്മദൊക്കെ കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ട് ഇതിന്റെ പണിപ്പുരയിലാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അതിന്റെ ഒരു അതിയായ സന്തോഷം വരും ആൾക്കാർ അത് ഏറ്റെടുക്കുമ്പോൾ. പക്ഷെ നമ്മൾ അതിന് അത്രയും വർക്കും ചെയ്തിട്ടുണ്ട് അതിൽ. ഈവൻ എനിക്കാണെങ്കിൽ പോലും കേരള ക്രൈം ഫയൽ സീസൺ 1 ഒരു 1.5 ഇയർ ആയി. അതെ, അന്ന് നമ്മള് മൂവി പ്രൊമോഷൻ എടുത്തു, നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും സെക്കൻഡ് പാർട്ട് ഇറങ്ങിയതിനു ശേഷം വീണ്ടും കാണുന്നു. ഇതിലൊരു ഇമോഷണൽ കണക്ട് ഉണ്ട്. അതുകൊണ്ടാവും ഒരു പക്ഷേ പ്രേക്ഷകരിലേക്ക് അത് ഭയങ്കര ആഴ്ന്നിറങ്ങി പോയി. ഭയങ്കര ഇമോഷണൽ കണക്ട് ഉണ്ട് അത് ഇവിടെ കാണുമ്പോൾ. അതെ. അപ്പൊ ഇനിയും മോർ സീസൺസ് ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മളിപ്പോ ഹൃദയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മലയാളം മൂവീസിൽ വളരെ ചുരുക്കം മൂവീസേ ഉള്ളൂ ഇങ്ങനെ ഫുൾ ഒരു
മ്യൂസിക്കിനെ ചുറ്റിപ്പറ്റി സിനിമ പോകുന്ന ഒരു അതെ അതെ ഹൃദയം എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ സീൻ ബൈ സീനിനും മ്യൂസിക്കിന് ഭയങ്കര ഒരു ഇമ്പാക്ട് വലിയ റോളാണ്. വലിയ റോളാണ്. അതെ അതെ അപ്പൊ അങ്ങനെ ഒരു മൂവി ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു കമ്പോസറിന് ഉണ്ടാവുന്ന റിസ്ക് എലമെന്റ്സ് ഒരുപാട് കൂടുതലും കൂടിയാണല്ലോ. കാരണം ആ മ്യൂസിക് അതിന്റെ ഒരു കോർ പാർട്ട് അല്ലേ. അപ്പോ ഹൃദയം മൂവിനെ കുറിച്ചിട്ട് ഇക്കായിക്ക് എന്തൊക്കെയാ പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു ഹൃദയം സിനിമ കമ്പോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻജോയ് ചെയ്ത ഒരു പ്രോസസ്സാണ്. അതിലൊരിക്കലും അയ്യോ ഇങ്ങനെ പാട്ട് ചെയ്യണമല്ലോ, വിനീതേട്ടൻ്റെ സിനിമയാണ്, ആദ്യമായിട്ടാണ് ഞാൻ അതിൻ്റെ ഒരു നെർവസ്നെസ് ആദ്യം ഉണ്ടായി. എങ്ങനെയാണിത് ഫേസ് ചെയ്യേണ്ടത്. പക്ഷെ എനിക്കൊന്ന് വിനീതേട്ടൻ ഒരു മ്യൂസീഷ്യൻ ആയതുകൊണ്ടാവാം ഒരു പക്ഷേ ഭയങ്കര കൂളായിട്ടാണ് എന്നെ ഹാൻഡിൽ ചെയ്തത്. നമ്മൾ സ്കോർ ചെയ്ത സമയത്തും പാട്ടുകൾ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന കുറച്ച് നല്ല പാട്ടുകൾ കമ്പോസ് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് കടന്നു പോയത്. പിന്നെ അത് വിനീതേട്ടൻ്റെ സിനിമയിലേക്ക് വിനീതേട്ടൻ അതിനെ ചാനലൈസ് ചെയ്യാമെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അത്രയും എൻജോയ് ചെയ്ത ഒരു ഫിലിമാണ് ഹൃദയം. മ്യൂസീഷ്യൻസ് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതേപോലെ എന്താ അവർക്ക് ഒരു സെർട്ടൻ പ്ലേസസിൽ അല്ലെങ്കിൽ ചില ഹോട്ടൽ മുറികളിൽ അങ്ങനെ സെർട്ടൻ പ്ലേസസിൽ ഇരിക്കുമ്പോഴേക്ക് അവർക്ക് നന്നായി എഴുതാൻ പറ്റുന്നുണ്ട്, വരികൾ വരാറുണ്ട്, കമ്പോസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന്. അത് ഇക്കായ്ക്ക് അങ്ങനെ ഒരു പ്ലേസ് ഉണ്ടോ? എനിക്ക് അങ്ങനെ ഒരു ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാം. അങ്ങനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഓഫ് കോഴ്സ്, വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു പ്രിവിലേജ് എനിക്ക് തോന്നുന്നു ഇതുവരെ കിട്ടിയിട്ടില്ല. ആക്ച്വലി ഞാൻ എല്ലായിടത്തും പോയി ഇരുന്ന് കമ്പോസ് ചെയ്യേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്. ഇപ്പം തെലുഗു ചെയ്യുന്നത് കൊണ്ടും തമിഴ് ചെയ്യുന്നത് കൊണ്ടും ഇപ്പം കന്നഡ ഡെബ്യൂ അനൗൺസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കമ്പോസ് ചെയ്യുമ്പോൾ നമ്മൾ പല ഹോട്ടലിൽ പോകണം, പല കാരവാനിൽ കമ്പോസ് ചെയ്യണം, പല ഓഫീസ് റൂമുകളിലായിരിക്കും ഇരുന്ന് കമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഐ എം യൂസ് ടു ദാറ്റ് പ്രാക്ടീസ്. അപ്പോൾ എനിക്കങ്ങനെ ഇന്ന സ്ഥലത്ത് ഇരുന്ന് കമ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അവർ ഓക്കെ ഇഷാം എന്ന വേറൊരു ഓപ്ഷൻ ചിലപ്പോൾ അവർ പോകും. സോ ഐ ഡോണ്ട് വാണ്ട് ടു ലൂസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ കമ്പോസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇന്ന സ്ഥലത്ത് മാത്രം നിന്ന് കമ്പോസ് ചെയ്യുന്നുള്ളത് ഞാൻ ഒരിക്കലും നോക്കിയിട്ടില്ല. കിട്ടുന്ന പ്ലേസ് കംഫർട്ടബിൾ ആക്കാൻ. അതെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ക്രിയേറ്റീവ് ചലഞ്ച് അങ്ങനെ ഒരു സംഭവം ഫേസ് ചെയ്തിട്ടുണ്ടോ? ക്രിയേറ്റീവ് ബ്ലോക്സ് ഉണ്ടാവും. നമ്മൾ ക്രിയേറ്റേഴ്സ് അല്ലേ, നമ്മളൊരു സാധനം ഉണ്ടാക്കുകയാണ് ഔട്ട് ഓഫ് എംപ്റ്റി സ്പേസ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ചില നേരത്തെ ഒരു ക്രിയേറ്റീവ് ചലഞ്ച്, ക്രിയേറ്റീവ് ബ്ലോക്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനെന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് നല്ല പാട്ടുകളും നല്ല പടങ്ങളും ഇഷ്ടമുള്ള കുറച്ച് സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് യു വിൽ ഫീൽ റിഫ്രഷ്ഡ്. ഞാൻ അറ്റ്ലീസ്റ്റ് മീ. അല്ലെങ്കിൽ ചില നേരത്തെ ജേർണീസ്, കുറച്ച് ട്രിപ്സിന് പോവുക, പുറത്ത് എങ്ങോട്ടെങ്കിലും പോവുക, കുറച്ച് പുതിയ കാണാത്ത സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്, ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഒരു കംപ്ലീറ്റ് ഇതേപോലെ ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് വന്നിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ഡേ ആണെങ്കിലോ ഇക്ക എങ്ങനെയായിരിക്കും ആ ഒരു ഡേ റാപ്പപ്പ് ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്തായിരിക്കും ഇക്ക ഡേ കംഫർട്ട് ആക്കാൻ നോക്കുന്നത്? എനിക്ക് തോന്നുന്നു വർക്ക് ചെയ്യുന്ന സമയത്ത് വർക്ക് മാത്രമാണ് ഫോക്കസ്. ഇപ്പം ഞാൻ സ്ട്രെസ്ഡ് ഔട്ട് ആണെങ്കിൽ ആ ദിവസം ഞാൻ വർക്ക് ചെയ്യൂല. മോസ്റ്റ്ലി അങ്ങനെയായിരിക്കും. രാവിലെ തന്നെ എനിക്ക് എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇന്നത്തെ ഒരു ദിവസത്തിന്റെ ഗ്രാഫ് എങ്ങനെയാണ്. അപ്പം എൻ്റെ മീറ്റർ ഓക്കെ അല്ലെങ്കിൽ ഞാൻ സ്റ്റുഡിയോയിൽ കയറൂല. ഇല്ല, ഞാൻ ആ ദിവസം വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യും. കാരണം കയറി കഴിഞ്ഞാൽ പിന്നെ ദെൻ യു ആർ ഇൻ ടു വർക്ക്. നമ്മൾ വേറെ ഒന്നും ആലോചിച്ചിട്ടോ പ്രവർത്തിച്ചിട്ടോ കാര്യമില്ല. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് എൻ്റെ ഒരു സയൻസ്. അപ്പോ നമുക്ക് എല്ലാവർക്കും ഇക്കാനെ ഈ ഒരു മ്യൂസീഷ്യൻ ആയിട്ടേ അറിയുള്ളൂ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടോയ്സ്, ഹോട്ട് വീൽസ് അങ്ങനെ ഒരു ക്രേസ് പറഞ്ഞു. വേറെ എന്താണ് നമുക്കറിയാത്ത ഹിഷാമിക്കയുടെ ക്രേസസ് എന്തൊക്കെയാണ്? ഫുഡ് ഇഷ്ടമാണ്. ഫുഡ് ഞാൻ എൻജോയ് ചെയ്യുന്ന പ്രോസസ്. അങ്ങനെ വെറുതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതല്ല. കഴിക്കാൻ പോകുന്നത് അതെനിക്ക് ഇഷ്ടമാണ്. എന്താണ് കഴിക്കാൻ പോകുന്നത്, ഇപ്പം ഫ്രണ്ട്സിന്റെ കൂടെ കഴിക്കുക അല്ലെങ്കിൽ എന്റെ ടീമിന്റെ കൂടെ ഒക്കെ എനിക്ക് ഇരുന്ന് കഴിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയില്ല. പക്ഷെ ചെയ്യും. അങ്ങനെ കേറാത്ത ആളൊന്നും അല്ല. കുക്ക് ചെയ്യും. ബേസിക് ആയിട്ടുള്ള നമുക്കൊരു മാനേജ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ചെയ്യാനറിയാം. ബട്ട് ഐഷു അവളാണ് ഷീസ് എ ബെറ്റർ കുക്ക്. നല്ല കുക്കാണ്. ഐഷു ഉണ്ടാക്കുന്ന ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതായിരിക്കും? എനിക്ക് ബിരിയാണി ആളുണ്ടാക്കുന്ന ഇഷ്ടമാണ്. പിന്നെ ചിക്കൻ്റെ ഐറ്റംസ് ഉണ്ടാക്കുന്ന ആള് കാസർഗോഡാണ്. അവരുടെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ നമ്മുടെ സ്റ്റൈലിനും അവിടെ നല്ല ഡിഫറൻസ് ആണ്. അപ്പം അങ്ങനെയുള്ള ഡിഷസ് ഒക്കെ ആക്കുമ്പോൾ ഭയങ്കര സന്തോഷം. കുറെ ഫുഡിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞാലും നമുക്കൊരു കംഫർട്ട് ആയിട്ടുള്ള ഒരു ഫുഡ് കാണുമല്ലോ. അതെന്തായിരിക്കും ഇക്കാടെ ഒരു കംഫർട്ട് ഫുഡ്? ഏതൊരു കോമ്പിനേഷൻ ആയിരിക്കും? എനിക്ക് അറബിക് ഫുഡാണ് എൻ്റെ ഫേവറേറ്റ്. കാരണം ഞാൻ സൗദിയിൽ വളർന്നത് കൊണ്ടും ദുബായിലൊക്കെ പഠിച്ചത് കൊണ്ട് എപ്പോഴും എനിക്ക് അത് ഇവിടെ അങ്ങനെ നമുക്ക് ഒത്തന്റിക് കിട്ടാറില്ല. ദുബായിലൊക്കെ ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഐഷുവിനോടും പറയും അളിയൻ അവിടെയാണ്. അപ്പം അവരോടൊക്കെ പറയും എനിക്ക് വേറെ ഒന്നും വേണ്ട, ഞാൻ തന്നെ കഴിച്ചോളാം, എന്നെ ഒന്ന് ഫ്രീയിൽ വിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടമുള്ള റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അൽഫാം
അല്ലെങ്കിൽ ഗ്രിൽ ചിക്കൻ ഒക്കെ കഴിച്ചിട്ട് ഐ വിൽ കം ബാക്ക്. അപ്പൊ ഏറ്റവും ദേഷ്യം സത്യം പറഞ്ഞാൽ മന്തിയുടെ കൂടെ മയണൈസ് ഒഴിക്കുന്നതായിരിക്കുമല്ലോ. പക്ഷെ അത് മന്തി പിന്നെയും വേറൊരു സെറ്റ് ഓഫ് ഫുഡാണ്. എനിക്ക് ഗ്രിൽ ചിക്കൻ അങ്ങനെയുള്ള കുബൂസ് ഹമ്മൂസ് എന്നൊക്കെ പറയും, അങ്ങനെയുള്ള ഒത്തന്റിക് സാധനങ്ങളൊക്കെയാണ് ഇഷ്ടം. അല്ല ഞാൻ പറഞ്ഞ ഈ അറബിക് ഫുഡ് ഇഷ്ടമുള്ള ആളുകൾക്ക് ഇവിടെ മന്തിയുടെ കൂടെ മയണൈസ് കഴിക്കുന്ന കാണുമ്പോൾ ഇറിറ്റേഷൻ വരാറുണ്ട്. ഇവിടെ നമ്മൾ ഷവർമയിൽ ഇപ്പൊ നമ്മള് കോമഡി പറയാം, ഷവർമയിൽ സാലഡ് ഒക്കെ ഇടുന്നത് അത് ആക്ച്വലി ഇവിടെ മാത്രമേ ഉള്ളൂ. പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഇപ്പം ഞാൻ ടർക്കിയില് വിനീതേട്ടനായിട്ട് പോയ സമയത്ത് ടർക്കിയിൽ പോകുമ്പോൾ ഷവർമ അത് അവിടുത്തെ ഒരു ഒത്തന്റിക് ഡിഷാണ് ഈ ഷവർമ. ഷവർമയിലെ മയോണീസ് പോലും അവർ ഇടൂല. അപ്പം അതാണ് ഒത്തന്റിക് ഷവർമ. അപ്പൊ നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ട് അവിടെ പോകുമ്പോ അത് ചോദിക്കുമ്പോൾ അവർ പറയാം മയോണീസ് എന്താന്ന് അവർ ചോദിക്കാം. സോ അങ്ങനെ വിനീതേട്ടനും ഈ പറയുന്ന പോലെ നല്ല ഫുഡി ആണ്. നമ്മള് ഫുഡിലൂടെ ഒരു കണക്ഷൻ ഉണ്ട്. ആ ഒരു ടീമും തമ്മിൽ ഒരു ഫുഡ് കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ചില നേരത്ത് വിനീതേട്ടൻ ഓർഡർ ചെയ്യുന്ന ഫുഡും ഞാൻ ഓർഡർ ചെയ്യുന്ന ഫുഡും വേറെ വേറെ ആണെങ്കിൽ വിനീതേട്ടൻ മാറിയിരുന്നേ കഴിക്കുള്ളൂ, ഞാൻ കൈയിടുന്ന് ഓർത്തിട്ടേ. അപ്പം വിനീതേട്ടൻ പറയണ നീ മാറി, നീ കൈ വെക്കരുതെന്ന് പറയും. ചെന്നൈയില് വിനീതേട്ടൻ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ കൊണ്ടുപോയോ? പിന്നെ നമ്മള് ബിരിയാണി കഴിക്കാൻ ഈറോഡമ്മൻ മെസ്സ് 4 AM ബിരിയാണിയിൽ പോകാൻ പറ്റിയിട്ടില്ല, എപ്പോഴെങ്കിലും പോകണമെന്നുണ്ട്, വിനീതേട്ടൻ കൊണ്ടുപോകാന്ന് പറയും. പിന്നെ ഹോട്ട് ചോക്ലേറ്റ് കിട്ടുന്ന സ്ഥലമൊക്കെ ഉണ്ട് ചെന്നൈയില്, ഒരുപാട് അടിപൊളി സ്ഥലങ്ങളുണ്ട്. വിനീതേട്ടനും ചെന്നൈന്നും പറയുമ്പോ തന്നെ നമുക്കൊരു ഗംഭീര കോംബോ ആണല്ലോ. അതെ അതെ, നമ്മള് അവിടെ സ്കോർ അവിടെയാണ് ചെയ്തത് ഹൃദയത്തിന്റെ സമയത്ത്. അപ്പം ആ ടൈമിലൊക്കെ നമ്മള് ഇടയ്ക്കിടയ്ക്ക് ക്രിയേറ്റീവ് ബ്ലോക്ക് പറയുമ്പോൾ നമ്മള് രാത്രിയൊക്കെ വലിയ ടബില് ഐസ്ക്രീം ഒക്കെ ഓർഡർ ചെയ്യും, എന്നിട്ട് നമ്മള് ഫുള്ള് ഇരുന്ന് കഴിക്കും. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഇപ്പം നമ്മുടെ പൊട്ടുതൊട്ട പൗർണമിയുടെ മാമൻ മൂവിയില് സോങ് വീണ്ടും അത് ആരുടെ ആയിരുന്നു ആ ഒരു തോട്ട്? അത് ആക്ച്വലി നമ്മള് ഇവര് ഈ പൊട്ടുതൊട്ട പൗർണമി സോങ് വെച്ചിട്ടാണ് അതിന്റെ ലവ് സോങ് ഷൂട്ട് ചെയ്തത്, സൂര്യയും ഐശ്വര്യലക്ഷ്മിന്റെയും പോർഷൻ. അങ്ങനെ ഡയറക്ടറും പ്രൊഡ്യൂസറും നടനും സൂര്യ സാറും പറഞ്ഞു നമുക്ക് ഈ സോങ് പോലെ തന്നെ ഒരു സോങ് വേണം, ഇതുപോലെ തന്നെ വേണം എന്ന് കുറെ തവണ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സോങ് എടുക്കാമല്ലോ, കാരണം എന്തായാലും തിങ്ക് മ്യൂസിക് ആണ് ഓഡിയോ ലേവല്, അപ്പോൾ ഈ സോങ് ഒന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്തുകൂടെ എന്ന് പറഞ്ഞപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ അവർ തന്നെയാണ് തീരുമാനിച്ച ആ സോങ് ആ സോങ് തന്നെ വെച്ചത്. അപ്പോൾ എനിക്ക് ജസ്റ്റ് ശ്വേതാൻ്റെ വോയിസ് ഒന്ന് റീ റെക്കോർഡ് ചെയ്യണമായിരുന്നു. പിന്നെ അതിലുള്ള യൂസ് ചെയ്ത സാക്സോഫോണൊക്കെ എടുത്ത് മാറ്റി അവിടെ ഫ്ലൂട്ടൊക്കെ വെച്ചു, കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് റീചെക്ക് ചെയ്തു ട്രാക്ക്. അങ്ങനെയാണ് ആ ട്രാക്ക്, അത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു എൻ്റെ ഒരു മലയാളത്തിൽ ഞാൻ കമ്പോസ് ചെയ്ത സോങ് തമിഴിലൊരു ഫിലിമിൽ വരുന്നത്. അതൊക്കെ പണ്ട് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ വിദ്യാസാഗർ സാറിന്റെ ഒക്കെ. അപ്പൊ അതൊരു പരിപാടിയാണത്. സ്പെഷ്യൽ ഫീൽ ആയിരിക്കും. അതെ അതെ, വല്ലപ്പോഴും അപൂർവമായി സംഭവിക്കുന്ന ചില സാധനങ്ങളാണ്. നമുക്ക് എപ്പോഴും ഇപ്പൊ എനിക്കൊന്നും നമ്മള് ഇപ്പൊ ഒരു വർഷത്തില് നമ്മൾ എത്രയാ ഒരു ആവറേജ്ലി ഒരു ഏകദേശം 50 സോങ്സ്, ഒരു 40-50 സോങ്സ് എങ്കിലും ഒരു വർഷം കമ്പോസ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കും ഒരു ട്രാക്കും കൂടെ നമുക്ക് കമ്പോസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതൊക്കെ വളരെ യുണീക്ക് ആയിട്ടുള്ള സന്ദർഭങ്ങളാണ്. ഏതെങ്കിലും സോങ്സ് ഒക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു സെർട്ടൻ മൂവി ആയിട്ടോ ഇമോഷണലി ഒരുപാട് കണക്റ്റഡ് ആയിട്ടുണ്ടോ? ഞാൻ എല്ലാ ഫിലിമുമായിട്ടും ഇമോഷണലി കണക്റ്റഡ് ആവാറുണ്ട്. അതൊരു പ്രശ്നമാണ്, ഒരു നല്ല കാര്യമാണ്. കാരണം ഇമോഷണലി കണക്റ്റഡ് ആകുമ്പോഴുള്ള പ്രോബ്ലം ഒരുപക്ഷെ എല്ലാ സിനിമയിലുള്ള അണിയറ പ്രവർത്തകർ പടം കഴിഞ്ഞ പാടെ എല്ലാവരും ബന്ധം പുലർത്തണം എന്നില്ല. ഒരു സിനിമ കഴിയുമ്പോൾ നെക്സ്റ്റ് എല്ലാവരുടെയും അവരവരുടെ നെക്സ്റ്റ് വർക്കിലേക്ക് പോകും. എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് നേരം എടുക്കും അതിൽ നിന്ന് പുറത്താവാനായിട്ട്. വർക്കുകൾ നടക്കും, പക്ഷെ മെന്റലി ഞാൻ ചിലപ്പോൾ അവിടെ സ്റ്റക്കായിരിക്കും. അപ്പം എനിക്കിപ്പം ഹൃദയം കഴിഞ്ഞിട്ടാണെങ്കിലും ഖുഷി അല്ലെങ്കിൽ ഹായ്നാന, KCF 1, KCF 2 എനിക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാൻ സമയം കിട്ടിയിട്ടില്ല. കാരണം ഇത് റിലീസ് ചെയ്ത പാടെ പിന്നെ ഞാൻ ക്യാമറേൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്, കുറേ ദിവസമായിട്ട് ഇൻ്റർവ്യൂസ് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്കൊന്നും ഇരുന്ന് ആലോചിക്കാൻ പോലും ഉള്ളൊരു സമയം കിട്ടിയിട്ടില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഇമോഷണലി ഇൻവെസ്റ്റഡ് ആണ് എല്ലാ സിനിമയിലും, എല്ലാ വർക്കിലും. അത് ഞാൻ ഓട്ടോമാറ്റിക്കലി ആവാറുണ്ട്, ഇമോഷണലി ഇൻവെസ്റ്റഡ് ആയിരിക്കും. ഐഷയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇക്കയുടെ സോങ് ഏതാ? ഐഷ കൂടുതലും ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഹായ്നാനെ ആയിരിക്കും. അവൾക്ക് ഏറ്റവും കൂടുതൽ അവൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഹായ്നാനെ ആയിരിക്കും. എപ്പോഴും പാടിക്കൊടുക്കുന്നത് ഏത് പാട്ടായിരിക്കും? എനിക്ക് തോന്നുന്നു ഇപ്പം ഹായ്നാനാലെ ഗാജുപമ്മ എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്. അപ്പൊ അതിലൊരു മ്യൂസിക് ഉണ്ട്, പിയാനോന്റെ മ്യൂസിക്. അത് ഞാൻ എപ്പോഴും ഫോണിൽ പ്ലേ ചെയ്ത് കൊടുക്കും. അതാണ് അവളുടെ ഏറ്റവും ഏറ്റവും ഇഷ്ടമുള്ള മ്യൂസിക്, ഇഷ്ടപ്പെട്ട മ്യൂസിക് അതായിട്ടാണ്. സാമി യൂസഫിന്റെ കൂടെ വർക്ക് ചെയ്ത സമയത്ത് അവിടുന്ന് ഇക്ക പഠിച്ചൊരു സംഭവം എന്തായിരിക്കും? എക്സലൻസ് വർക്ക്. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് സാധനം റിലീസ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഒരു വർക്കിംഗ് എക്സലൻസ് ഉണ്ടല്ലോ,
ഒരു ട്രാക്ക് ഇറങ്ങുന്ന സമയത്ത് എല്ലാം പെർഫെക്റ്റ് ആവണം എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ്, ഒരു എക്സസൈസ് എപ്പോഴും ഞാൻ കീപ്പ് ചെയ്യാറുണ്ട്. ഒന്നും ഞാൻ ഇഗ്നോർ ചെയ്ത് വിടാറില്ല. അതെന്ത് ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിൽ ആണെങ്കിലും സോങ്ങിന്റെ സ്കോറിൻ്റെത് ഞാൻ എപ്പോഴും ഐ വിൽ റെക്ടിഫൈ ദാറ്റ് ആൻഡ് പുട്ട് ഇറ്റ് ഔട്ട്. അത് ഞാൻ എപ്പോഴും നോക്കാറുണ്ട്. അത് ഫിലിമിന്റെ വലിപ്പമോ ചെറുപ്പമോ ഒന്നും നോക്കാറില്ല. ദാറ്റ് ഇസ് സംതിങ് ഐ ഹവ് ലേൺഡ് ഫ്രം ഹിം. എല്ലാ മ്യൂസീഷ്യൻസിനും അവരുടെ കയ്യിൽ എന്തെങ്കിലും അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് കാണുമല്ലോ. ഇപ്പൊ വിദ്യാസാഗർജിയെ കണ്ടാലും എല്ലാവരും കയ്യിൽ അവരൊരു ഇൻസ്ട്രുമെന്റ് കാണും. ഇക്കയുടെ ഫേവറേറ്റ് ഇൻസ്ട്രുമെന്റ് പിയാനോ. ഇതാണ് നമ്മുടെ ആയുധം. പിയാനോയിലാണ് എപ്പോഴും കമ്പോസ് ചെയ്യാറുള്ളത്. ട്രാവൽ ചെയ്യുന്ന സമയത്ത് കൊണ്ട് നടക്കുന്ന നമ്മളിപ്പോ കമ്പോസ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോ ഇതിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ കൊണ്ടുപോകും. ഇക്കയുടെ ഒരു ഡ്രീം കൊളാബറേഷൻ പറയുന്ന അങ്ങനെ ഒരു മൈൻഡിലുണ്ടോ ആരെങ്കിലും? എനിക്ക് വീണ്ടും അഹമ്മദ് കബീറിനോട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് വർക്ക് ചെയ്ത ഡയറക്ടേഴ്സിന്റെ കൂടെ വീണ്ടും വർക്ക് ചെയ്തതിനുള്ള ആഗ്രഹമാണ്. കാരണം അവരുടെ അത്രയും എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പം വിനീത് ശ്രീനിവാസൻ, വിനീതേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ ഹായ്നാന ഡയറക്ടർ ഷൗരിയൻ്റെ കൂടെ വീണ്ടും ഒരു കൊളാബറേഷൻ ഉടനെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആഗ്രഹങ്ങളാണ് ഏറ്റവും. പിന്നെ നമ്മളെപ്പോഴും ഇപ്പം എനിക്ക് അൽഫോൺസ് ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഒരു 1-2 തവണ അത് പബ്ലിഷ് ചെയ്തതാണ് പുള്ളിയായിട്ടുള്ള ഒരു പ്രോജക്റ്റ്. അപ്പൊ അത് സംഭവിക്കണമെന്ന് ഇങ്ങനെ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ റഹ്മാൻ സാറിന്റെ കൂടെ എപ്പോഴെങ്കിലും ഒരു സോങ് വരും അങ്ങനെ ഒന്ന് സംഭവിക്കുകയാണെങ്കിൽ ഇക്കയുടെ മൈൻഡിൽ എത്തരത്തിലുള്ള ഒരു സോങ് വേണം എന്നാണോ? ഒരു ഫാസ്റ്റ് നമ്പർ വേണം എന്നാണോ? ഒരു സൂഫി കൈൻഡ് ഓഫ് വേണം എന്നാണോ? അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് സോങ് ആണ്? എങ്ങനെയായിരിക്കും? എനിക്ക് തോന്നുന്നു ഡെഫിനറ്റ്ലി റഹ്മാൻ സാറിന്റെ അടുത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. സാർ അത്രയും അനുയോജ്യമായ ഒരു ട്രാക്ക് വരികയാണെങ്കിൽ മാത്രമായിരിക്കും സാറ് അങ്ങനെ സമീപിക്കുക. പിന്നെ എനിക്ക് തോന്നുന്നു സാറിന് ഓൾറെഡി ഇപ്പൊ നമ്മുടെ ഹൃദയം സിനിമേന്റെ CD എനിക്ക് സാറിന് നേരിട്ട് കൊടുക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി ദുബായിൽ വെച്ച്. അപ്പൊ സാർ അന്ന് കണ്ടപ്പോൾ പറഞ്ഞു, ഇഷാമിന്റെ മ്യൂസിക് ആൾക്കാരെല്ലാവരും സംസാരിക്കുന്നുണ്ട്, കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞു. അതിനുശേഷം പെരിയോനെ റഹ്മാനെ സോങ് ഇറങ്ങിയപ്പം ഞാൻ അതിന്റെ കവർ റിലീസ് ചെയ്തപ്പം അതും സാർ ഷെയർ ചെയ്തു. അപ്പം സാറിന് ഓൾറെഡി എന്റെ ജേർണിയും സാറിന് അറിയാവുന്നതാണ്. അതെ, നോട്ടീസ് ചെയ്യുന്നുണ്ട്. അതിലെ ഏറ്റവും സന്തോഷം ആ ഒരു സാറിന്റെ ഒരു സപ്പോർട്ട്. ഇപ്പം ഹായ്നാനയ്ക്ക് എനിക്ക് ഐഫ അവാർഡ് കിട്ടി. അപ്പം ഐഫ അവാർഡ് സ്വീകരിക്കാൻ പോയപ്പം സാറിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് ഞാൻ ഹായ്നാനയിലെ പാട്ട് പാടിയത്. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് സാറിന്റെ ദിൽസേ എന്ന് പറഞ്ഞ ഒരു ഒറ്റ ട്രാക്ക് ഞാൻ സ്റ്റേജിൽ പാടി തുടങ്ങിയതാണ് എൻ്റെ ലൈഫ്. അങ്ങനെ സാറ് നിന്നിട്ട് സാറ് താങ്ക്സ് പറഞ്ഞു. അപ്പൊ ആ വീഡിയോ എപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പോൾ എന്നിട്ട് ബാക്ക് സ്റ്റേജിൽ സാറ് പറഞ്ഞു, ഹായ്നാനയ്ക്ക് ഇപ്പൊ എത്ര അവാർഡ് ഇഷാമിന് കിട്ടിയെന്ന്. അപ്പം സാറും ആ ജേർണി കാണുന്നുണ്ട്. അപ്പൊ അതിൽ ഒത്തിരി സന്തോഷം. അപ്പോൾ നമ്മളത് അത്രയും ഒരു എന്താ പറയാ ഫാൻ ബോയ്ക്ക് ഇതിൽ പരം എന്ത് കിട്ടാനല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം എനിക്ക് തോന്നുന്നു ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല സാറിനെ നേരിട്ട് കാണാനും. സാറിന്റെ ഒരു സാറ് ജീവിച്ചിരിക്കുന്ന ആ സമയത്ത് തന്നെ സാറിന്റെ ലെഗസിയിൽ തന്നെ നമുക്ക് മ്യൂസിക് ചെയ്യാൻ പറ്റുന്നു. ആ മ്യൂസിക് റെക്കഗ്നൈസ് ചെയ്യുന്നു. സാറിന്റെ സാറുള്ള ഒരു അവാർഡ് ചടങ്ങിൽ തന്നെ ഞാനൊരു അവാർഡ് സ്വീകരിക്കാൻ പോകുന്നു. അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നത് ഭയങ്കര വല്ലാത്തൊരു കോയിൻസിഡൻസ് ആണ്. അപ്പൊ എന്തായാലും ഇനി ഇക്കയുടെ ഫ്യൂച്ചർ വർക്ക്സ് ഏതൊക്കെയാണ്? എന്റെ അടുത്ത റിലീസ് തമിഴില് വൺസ് മോർ എന്ന് പറഞ്ഞ സിനിമയാണ്. അർജുൻ ദാസ് അഭിനയിക്കുന്ന. അർജുൻ ദാസിന്റെ ആദ്യത്തെ മലയാള ഡെബ്യൂ ഇപ്പം ഉടനെ അനൗൺസ് ചെയ്യാൻ പോകുന്നുണ്ട്. അഹമ്മദ് കബീറാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതായിരിക്കും ഇനി അടുത്തൊരു മലയാളം സിനിമ. അതുപോലെ തെലുഗുവില് രശ്മിക മണ്ടാന അഭിനയിച്ച ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ പടം റിലീസ് ചെയ്യാനുണ്ട്. പിന്നെ കന്നഡയിലെ ഗോൾഡൻ സ്റ്റാർ ഗണേഷ് എന്ന് പറഞ്ഞ നടൻ, അതായിരിക്കും എന്റെ കന്നഡ ഡെബ്യൂ. ഇങ്ങനെയുള്ള കുറച്ച് ചിത്രങ്ങൾ ഇങ്ങനെ ഇപ്പൊ നടക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ കരിയർ ഗ്രാഫ് ഇങ്ങനെ താങ്ക് യു. അതുപോലെ തന്നെ ഒരുപാട് സന്തോഷം സ്റ്റുഡിയോയിൽ വന്ന് ഇന്റർവ്യൂ ചെയ്തതിലും ഒരുപാട് സന്തോഷം. ഇവിടെ വന്ന് എല്ലാം കാണാൻ പറ്റി. താങ്ക് യു. ഇത് കാണുന്ന പ്രേക്ഷകരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. എല്ലാവരോടും താങ്ക്സ്. അതുപോലെ താങ്ക് യു നൂറ. താങ്ക് യു. അപ്പോൾ എന്തായാലും എല്ലാത്തിലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.